കാറ്റൽ ഫാമിൻ്റെ മെയിൻ ഷെഡാണ്. ബാൺ 1 ആണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ, അതായത് നല്ല കറവുള്ള പശുക്കൾ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ 8 ഇതേപോലത്തെ ബാണാണുള്ളത്. അതിപ്പം ഓരോ സ്റ്റേജ് അനുസരിച്ച് നമ്മൾ മാറ്റും. ഇതിലിപ്പം പ്രഗ്നൻ്റ് ആയതും നന്നായിട്ട് കറവുള്ള പശുക്കളെല്ലാം കറവ് പശുക്കൾ. അപ്പോൾ ഇതിൻ്റെ പശുവിൻ്റെ നമ്പരും ഡേറ്റ് ഓഫ് ബർത്ത്, ഇൻസെമിനേഷൻ നടത്തിയ ഡേറ്റും എല്ലാം ഓരോ പശുവിൻ്റെ അടുത്തായിട്ടുണ്ട്. അത് എത്ര ലിറ്റർ പാല് തരുന്നു എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇത് പിന്നെ അടുത്ത ഷെഡുകളെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്റ്റേജ് അനുസരിച്ച് മാറ്റി ചെയ്യുന്നത്. അപ്പം പ്രസവിക്കാൻ പോകുന്നത്, പിന്നെ അത് കഴിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞ് വീൻ ചെയ്യും. നമ്മളതിൻ്റെ കുട്ടികളെ ഉടനെ വീനിങ് നടത്തി മാറ്റും. കുട്ടികൾക്ക് വേറെ, കാഫിന് വേറെ ഷെഡാണുള്ളത്. അപ്പം നമ്മൾ ഇതിന് നമുക്ക് ആ വേണ്ടാത്ത പശുക്കുട്ടികളെ അപ്പോഴേ മാറ്റും, കള്ളി ചെയ്ത് മാറ്റും. നമുക്ക് ഇവിടെ നമ്മൾ ബുൾസിനെ ഇല്ല, ഇവിടെ കൗസ് മാത്രമേ ഉള്ളൂ. ബുൾസിനെ നമ്മളിവിടെ വളർത്തുന്നില്ല. ബുൾസ് ഇൻസെമിനേഷന് വേണ്ടിയിട്ട് ബുൾ സ്റ്റേഷനിൽ സെലക്ട് ചെയ്ത കുറച്ച് ബുൾസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ കുട്ടികൾ, അതായത് ബുള്ളാണെങ്കിൽ നമ്മളിവിടെ നിർത്താറില്ല, അതിനെ കള്ളി ചെയ്ത് മാറ്റി ചെയ്യുന്നത്. കാഫിനെ മാത്രം. പിന്നെ ഈ കാണുന്ന എല്ലാം ക്രോസ് ബ്രീഡാണ്. ഇവിടെ നാട്ടിലുള്ള എല്ലാ HF ആയിട്ട് ക്രോസ് ചെയ്ത ബ്രീഡുകളായതല്ല. അതുകൊണ്ട് നല്ല റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതാണ് ഇതെല്ലാം. നമ്മളിവിടെ കാണുന്നത് അറേഞ്ച്മെൻറ്റ് ഇപ്പം ഹെഡ് ടു ഹെഡ്, ടെയിൽ ടു 2 രീതിയിലാണ് സാധാരണ സയൻറ്റിഫിക് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കറവയ്ക്കുള്ള പശുക്കളായതുകൊണ്ട് കൂടുതലും നമുക്ക് സൗകര്യത്തിന് വേണ്ടി ടെയിൽ ടു ടെയിൽ അറേഞ്ച്മെൻറ്റാണ്. അതായത് കറക്കാൻ വേണ്ടി മെയിൻ പാത്തിൽ കൂടെ നമുക്ക് ഫോഡർ, അതിന് ഫുഡ് കൊടുക്കുന്നതിന് ഇവിടെ ഒരു പാത്തുണ്ട്. അതുപോലെ കറവയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പാത്തുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ വേസ്റ്റിന് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനിവിടെ വർക്കേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ്. ഹീഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ ചെന പിടിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ് ഇത്. ഈ ഷെഡിലുള്ള പശുക്കൾ എന്ന് പറഞ്ഞാൽ 1 വയസ്സ് പ്രായം, 1 വർഷം പ്രായമായിട്ടുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്. ചെനയുള്ള പശുക്കളുടെ ഷെഡാണ്. ആദ്യത്തെ ഒരു 3 മാസം വരെയുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഇത് ജസ്റ്റ് പ്രസവം കഴിഞ്ഞ അല്ലെങ്കിൽ പ്രസവം അടുത്ത പശുക്കളുടെ ഷെഡാണ്. ക്ലീൻ ചെയ്ത് മാറ്റിയ കാഫുകളാണ്. അപ്പം ഇവിടെ നമ്മൾ ബുൾസിനെ നമ്മൾ ഇവിടെ നിന്ന് കള്ളി ചെയ്ത് മാറ്റാറുണ്ട്. നമുക്ക് കൗസിനെ മാത്രം ഷെഡിലോട്ട് മാറ്റി. ഇതും കാഫാണ്. കുറച്ചും കൂടി പ്രായമായ കാഫുകൾ അവിടെ നിന്ന് നേരത്തെ കണ്ട ആ ഷെഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി. വെച്ചൂർ പശുവിൻ്റെ കുട്ടികളാണ്. അപ്പം നമ്മൾ തളനെയും കുട്ടീനെയും ഒരുമിച്ചല്ല എടുക്കുന്നത്, വീൻ ചെയ്ത് മാറ്റും. പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒരാഴ്ച പ്രായമാകുമ്പോഴത്തേക്ക് കുട്ടികളെ മാറ്റിയിട്ട് കുട്ടികൾക്ക് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കോമൺ ആയിട്ടുള്ള പാല് കറന്നു കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് മെച്ചുറായി കഴിയുമ്പോൾ ഇതിനെ ഇവിടെ നിന്ന് മാറ്റി വീണ്ടും മെയിൻ ഷെഡിലോട്ട് കൊണ്ടുപോകും. വെച്ചൂർ കേരളത്തിന്റെ തനതായ ബ്രീഡാണ്. അപ്പം അത് ഒരു റോഡ് ബ്രീഡ് എന്നാണ് പറയുന്നത്. റോഡ് ബ്രീഡ് എന്ന് പറയുമ്പം നമുക്ക് പാല് കുറവായിരിക്കും,
പക്ഷെ 1-2 ലിറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരു നേരം 1-1.5 ലിറ്റർ ഒക്കെ ഒരു ആവറേജ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പക്ഷെ ഉള്ള പാല് പോഷക ഗുണം കൂടുതലായിരിക്കും, ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും മിൽക്കിന്. വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് വെച്ചൂറ്. നമ്മുടെ ക്ലൈമറ്റിന് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയോട് അത് പൊരുത്തപ്പെട്ടു പോകും. ഇപ്പം HF ഒക്കെ ആണെങ്കിൽ അതിന് ക്രോസുകൾക്ക് വേണ്ട അത്ര ഒരു കണ്ടീഷൻസ് ഒന്നും ഇതിന് വേണ്ടി വരത്തില്ല. നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റുമായിട്ട് മാച്ചായിട്ട് പോകും. പിന്നെ ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പാല് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധാരണ ആയിട്ടുള്ള ഫുഡ് പൗഡർ ആയാലും അതൊക്കെ കൊടുത്ത് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. വെച്ചൂർ പശു നമ്മുടെ കേരളത്തിൽ ഇല്ലാണ്ടായി തുടങ്ങിയതായിരുന്നു, എക്സിന്റ് ആയി തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇവിടെ അപ്പോൾ വെച്ചൂർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫാം തുടങ്ങിയതാണ് വെച്ചൂറിന്. ഇപ്പോൾ ഒരുപാട് വെച്ചൂറുകൾ ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് വിൽക്കുന്നു നോക്കിയിട്ടുണ്ട്. അപ്പൊ കുറെ കർഷകർ വന്ന് വാങ്ങിക്കൊണ്ടു. അപ്പൊ ഇങ്ങനെ കുറെ വെച്ചൂര് ഇപ്പൊ അതിന്റെ കേരളത്തിൽ. ഇത് മൗണ്ടിങ് സ്റ്റാൻഡാണ്. ഇതിപ്പോ ഈ ബുൾസിനെ കൊണ്ട് കയറ്റി നിർത്തും. അപ്പൊ ഈ ഒരു മൗണ്ടിനെ പോലെ അവര് ഇങ്ങനെ കയറി നിൽക്കുന്നു. എന്നിട്ട് ആർട്ടിഫിഷ്യൽ വജൈനയുണ്ട്, ഒരു സിലിണ്ടറിക്കൽ ഐറ്റം, അത് വെച്ചിട്ട് അതിൽ നിന്ന് സെമൻ കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനുള്ള സെമൻ കളക്ട് ചെയ്തത്. പിന്നെ ആ കളക്ട് ചെയ്യുന്ന സെമനിൽ വേറെ ഓരോ ഡൈലുമെന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് കൊടുക്കുക. പിന്നെ ഇൻസിനേറ്റിങ് അതാണ് പിന്നെ ഇൻസിനേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ബാണെന്ന് കളക്ട് ചെയ്തിരുന്ന വേസ്റ്റ്, അതായത് കൗഡങ് ഇങ്ങോട്ട് വരുന്നു. അത് ഈ ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്നു, 1 മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ CO5 ആണ് മെയിനായിട്ടുള്ളത്. ഫോട്ടർ നമ്മൾ കളക്ട് ചെയ്ത് സൈലേജ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സൈല ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ബങ്കർ സൈലാണ്. നമ്മൾ ഫോട്ടർ കളക്ട് ചെയ്ത് ഫെർമെൻറ്റേഷൻ നടത്തി കിട്ടുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കൗസിന് കൊടുക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഫുഡാണ്. അതിന് മെയിനായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യം പോലെ ഫീഡ് ഉണ്ടാവും. ഇതിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. എല്ലാ ക്ലൈമറ്റിലും കൊടുക്കാൻ പറ്റിയ ഫീഡ് ആണ് ഫെർമെൻറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇവിടെ സ്റ്റോറേജ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഫോട്ടർ പ്ലാന്റ് ക്ലോത്ത് ഇഷ്ടംപോലെ ഉണ്ട്. ഫാമിൽ ഏകദേശം 300 ആടുകളുണ്ട് മൊത്തത്തിൽ. അതായത് നമുക്കുള്ളത് മലബാറി ആടുകളും അട്ടപ്പാടിയാണ്. മലബാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത്, അതായത് വെള്ളയും കറുപ്പും പല നിറത്തിലുണ്ടാവും. അട്ടപ്പാടി എന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്കാണ്. അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായ ബ്രീഡാണ് അട്ടപ്പാടി ബ്ലാക്ക്. അപ്പോൾ ഈ 2 ബ്രീഡാണ് നമുക്ക് ആടുകളിലുള്ളത്. പിന്നെ നമുക്ക് വരുന്ന ഒരു ബ്രീഡെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന രാംനാഥ് വൈറ്റ് എന്ന് പറഞ്ഞ ഷീപ്പുണ്ട്. പിന്നെ മേച്ചേരി എന്ന് പറഞ്ഞ വേറെ ഷീപ്പ്. ഇത്രയും ആടുകളാണ് നമുക്ക്, ആടും ഷീപ്പും 2 കൂടി ഉള്ളത്. എല്ലാം കൂടി ഏകദേശം ഒരു 300 എണ്ണത്തിൽ വരും. പിന്നെ മുട്ടനാടുകൾ സെപ്പറേറ്റ് ആണ്, പെണ്ണാടുകളും മുട്ടനാടുകളും സെപ്പറേറ്റ് ആണ്. കാരണം ബ്രീഡിങ്ങിന് കൃത്യമായിട്ട് നമുക്ക് രജിസ്റ്റർ ഉണ്ട്. ബ്രീഡ് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ഇടാറില്ല. മലബാറിയിൽ 2 സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ അപ്പുറത്തെ പ്രസവത്തിനായിട്ടൊരു കൂടുണ്ട്, അത് മേലാണ്.
ബഫലോന്റെ കാര്യത്തിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള ബ്രീഡാണ്. ഏകദേശം 8 മുതൽ 9% വരെ മിൽക്കിൽ എന്തുണ്ട്, ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. പാലെന്ന് പറയുന്നത് ഏകദേശം 7 മുതൽ 10 ലിറ്ററോളം ഡെയിലി കിട്ടുന്നതാണ്. അതുപോലെ ഒരു കമ്പാരിറ്റീവ് നല്ല ഈൽഡുള്ള ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടെമ്പറേച്ചർ അത്ര പിടിക്കില്ല. കാരണം ഭയങ്കര സ്ട്രെസ് കണ്ടീഷൻ ആ ഒരു പ്രൊഡക്ടിവിറ്റി വരും. അതുകൊണ്ട് തന്നെ ഫാമിൽ നോക്കിയാൽ കാണാം വലിയ ഫാനും വെന്റിലേറ്റർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നെ മരം വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫാമിൻ്റെ തന്നെ ലേ ഔട്ടൊക്കെ തന്നെ വിൻഡ് പ്രോപ്പറേഷൻ വെന്റിലേഷൻ മാക്സിമം കൂട്ടാനുള്ള രീതിയിൽ വെച്ചാണ്. അപ്പോൾ അതത് വെച്ചിട്ട് ടെമ്പറേച്ചർ സ്ട്രെസ് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി കിട്ടുന്നത്. പിന്നെ ഷെഡ് തന്നെ പലതരം ഉണ്ട്. കീപ്പർ ഷെഡ് ഉണ്ട്, പിന്നെ അതിന് മിൽക്ക് ബ്രീഡിൻ്റെ മിൽക്കിംഗ് ഷെഡ് വേറെ ഉണ്ട്. പിന്നെ അപ്പുറത്ത് നോക്കിയാൽ കാണാം ചെറിയ പിള്ളേരുടെ ഷെഡ് ഉണ്ടാവും, അഥവാ ജനിച്ച് വീനിങ് ചെയ്തിട്ടുള്ള, അഥവാ അമ്മ മുലകുടി നിർത്തുന്നതിന് മുമ്പുള്ള വീനിങ് കഴിയുന്നതിന് മുമ്പുള്ള ഇത്. ഇവര് ഇൻഡിജിനസ് ബ്രീഡായതുകൊണ്ട് തന്നെ കുറേ ബ്രീഡ് അമ്മ പാല് ചുരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമ്മ പാല് ചുരുത്തില്ല. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീനിങ് കഴിയുന്നതിന് മുമ്പുള്ള ചെറിയ ഏകദേശം 9 മാസത്തിന് മുമ്പുള്ള എല്ലാ കുഞ്ഞുങ്ങളെ അവിടെ പ്രത്യേക ഷെഡിലാണ് വെച്ചിരുന്നു. പാല് ചുരുത്താൻ വേണ്ടിയിട്ട് സമയത്ത് മിൽക്കിങ്ങിൻ്റെ സമയത്ത് അവരെ ആ കിടാരികളെ അവിടെ അമ്മയുടെ അടുത്തേക്ക് വെച്ചിട്ടാണ് പാല് വെച്ചത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫീഡിങ് ഷെഡ്യൂളിൽ ഒരുപാട് വർക്കേഴ്സ് നടത്തുന്നുണ്ട്. പിന്നെ നടത്തി ഇവർക്ക് അപ്പുറത്തെ എന്ത് ചെയ്യണം, കുളങ്ങൾ വേണം. അവിടെ പുതിയ തോണ്ടി വെച്ചിട്ടുണ്ട്. ഇവർക്ക് റൊണായി ബാഫിലായതുകൊണ്ട് തന്നെ അവർക്ക് ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടില്ല, വെള്ളത്തിൽ കുറേ നേരം നിൽക്കണം. ടെമ്പറേച്ചർ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം പോപ്പുലേഷൻ കമ്പാരിറ്റീവ് കുറവാണ്. എന്നിരുന്നാലും നല്ല ഹൈൽഡിങ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവർക്ക് മിൽക്കിംഗ് മെഷീൻസ് യൂസ് ചെയ്യുന്നില്ല, കാരണം ഇവർക്ക് അത്ര എന്തായില്ല ഇൻ്റർഫെയർ ചെയ്യില്ല. കാരണം ഇൻഡിജീനിയസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പശുവിനെ പോലെ മിൽക്കിംഗ് മെഷീൻസ് ഉപയോഗിക്കാനില്ല. അവർ പാല് വിട്ടിട്ടല്ല. പിന്നെ ഇവരെ കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് നമ്മളെ കാണുന്ന ഫ്ലൈറ്റ് ഉണ്ടാവും, പേടിച്ചു. ഇതിപ്പോൾ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ടാങ്കാണ്. ഇതിപ്പോൾ കീപ്പർ ബഫലോസിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ കാലാവസ്ഥ അവർക്ക് അത്ര തന്നെ യോജിച്ചല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടെമ്പറേച്ചർ കുറച്ചാൻ വേണ്ടി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പ്രൊഡക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കീപ്പറിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വയ്ക്കാനുള്ള സംവിധാനമാണ്. ചൂട് കൂടിയ സാഹചര്യത്തിലൊക്കെ ടെമ്പറേച്ചർ കൺട്രോൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ നമ്മൾ മെഷർമെൻറ്റുകൾ ഇനീഷ്യേറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ താനെ കുറഞ്ഞു വരും. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റിസർവറുകൾ വെള്ളത്തിൽ ഇതിൽ നമ്മൾ ഏകദേശം ഒരു കീപ്പർ ക്യാറ്റിന് ഏകദേശം നെറ്റിൻ്റെ അത്ര ആയം ഉണ്ടാവും ഇതിന്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഗ്രൂപ്പായിട്ട് ഹെഡായിട്ട് ഇതിലോട്ട് ഇറക്കി വിടും. അങ്ങനെ ഒരു 2-3 മണിക്കൂറോളം അവർക്ക് ഇതിലോട്ട് തങ്ങി ഏകദേശം അവരുടെ ബോഡിയൊക്കെ വെച്ചിട്ട്. മാത്രമല്ല ഇതിൽ നമുക്ക് മെഡിസിൻസ് കലക്കി കൊടുക്കാം. മെഡിസിൻസ് കലക്കി കൊടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കുളമ്പ് രോഗം മറ്റുള്ള കാലുമായി ബന്ധപ്പെട്ടുള്ള ബോഡിയിലെ ടിപ്സ്, മൈറ്റുകൾ, സ്കിൻ ഡിസീസുകൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങളും ഇതുമായി പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും.